ചന്തഗിരി പോയി നിന്നാ ഇതാ കടലിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് കുറച്ച് രാവിലെ തന്നെ കടൽ കുറച്ച് അറിയുന്നതുകൊണ്ട് കുറേ ലേറ്റായി. 6:30 മണിയെല്ലാം കഴിഞ്ഞ് വെളി വന്നിട്ട് കുറേ സമയമായി. ഇല്ലെങ്കിൽ ആ വെളി വരുന്നതിന് മുമ്പേ പായുന്നു. 6 മണിയാകുമ്പോൾ തന്നെ പായുന്നില്ല. 6:30 മണി 7 മണിയായി. കാരണം കുറച്ച് കടലറിയുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. യൂസുഫിൻ്റെ തോണിയാണ് ഇത്, ചാപ്പ യൂസുഫിൻ്റെ തോണി. നമ്മൾ അതിൻ്റെ ഈ കൊടിക്ക് വന്നിട്ടുണ്ട്, ഇപ്പുറത്തെ കീറ് ഭാഗത്തിട്ട കല്ലിൻ്റെ അവിടെ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ചെറിയൊരു കടലറിയുന്നുള്ളൂ. ചോർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ നമുക്കൊന്ന് നോക്കിക്കോ, അതങ്ങനെ പോകുന്നുണ്ട്. നോക്കിക്കോ, ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. എല്ലാ പ്രായത്തിൽ പോയി ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്. ചെറിയൊരു കുപ്പലുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡ് മാടിട്ടുകൊണ്ടാണ് ഈ കടലിങ്ങനെ അടിച്ച് പൊട്ടിക്കുന്നത്. കുറച്ച് മാട് പോകുന്നത്, അവിടെ കുയില്ലാത്ത സ്ഥലത്തിലാണ് മാട് നോക്കുന്നത്. ടൂറ് കണ്ട ഒരു ഒഴിവാന്ന് നോക്കിക്കോ. ഇതാണ് ഫിഷർമാൻ്റെ ലൈഫ്. ഒരു കടൽ പന്നെങ്കിലും പേടിച്ച് പോകും. അല്ല കണ്ടില്ലേ, ചെറിയ ഒന്ന് വന്നതാണ്. ആ കടൽ പോയിട്ട് ഞാൻ മുന്നേ അവിടെ കാണുന്നില്ല. കുയിപ്പൻ എന്നൊരു സംഭവമുണ്ട്. ഈ വെള്ളത്തിൻ്റെ ബാറിൽ വെള്ളത്തിന് താത്തി കളിക്കുന്നുണ്ട്. അതിനുശേഷം കടൽ വന്ന് വേറെ തോന്നി പോയി. അതിനുശേഷം വേണ്ട ഇതിൻ്റെ ചെറിയൊരു ഇതാണ്. രാവിലെ അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൊണ്ടുകൊണ്ട് പ്രശ്നമില്ല. ആ ഇറക്കത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഏറ്റവും കൊണ്ടുകൊണ്ട് വലിയ പ്രശ്നം പിന്നില്ല. തട്ടി പോയി. അപ്പോൾ ഇപ്രാവശ്യം പിന്നൊക്കെ നമ്മളിവിടെ കല്ലെല്ലാം ഇട്ടുകൊണ്ട് കുറച്ച് സമാധാനത്തിൽ ഇപ്പോൾ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊന്നും ഈ സമയത്ത് പോകാൻ പറ്റിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞ വർഷമല്ല, ബേജാറാക്കി. ഇപ്രാവശ്യം ആ കല്ല് പുറത്തേക്ക് ഇട്ടു. പിന്നെ നമ്മൾ ഈ കല്ല് ഒരു 200 മീറ്റർ കൂടുതലിട്ടുകൊണ്ട് വലിയ ടെൻഷനില്ല, അത്ര വലിയ പ്രശ്നം വന്നിട്ട. പിന്നെ കടൽ കണ്ട അങ്ങനത്തെ ഒരു കടൽ, ചെറിയ കടലത്. വലിയ കടലെല്ലാം വരുമ്പോൾ ഡേഞ്ചർ തന്നെ.